നമ്മുടെ മനസ്സിൽ വീട്ടിലെ കുട്ടിക്ക് ഒരു ചെറിയൊരു ഒരു അപകടം പറ്റി സ്വാഭാവികം നമുക്ക് വിഷമമൊന്നുമല്ലോ. അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തികളായി മാറിയിരുന്ന ഈ നാട്ടിൽ RSSകാർ. ചെറിയ കുട്ടികൾ നമുക്ക് ഫോട്ടോകൾ കാണിക്കാൻ പറ്റില്ല. അത്രയും ചെറിയൊരു കുട്ടി 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് ഇത്തരത്തിൽ അവർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. പൊട്ടിക്കുകയും ഈ കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തോ? ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. ആദ്യം അവരിത് എടുത്തിട്ട് ഓടാൻ കഴിയില്ല. എന്താ വെച്ചാൽ വലിയ വെയിറ്റുള്ള സാധനങ്ങളാണ്, എടുത്തിട്ട് ഓടാൻ കഴിയില്ല. അപ്പോൾ അവർ ഇവരുടെ അസഭ്യവർഷവും അവൻ പാഞ്ഞു വരുന്നതും കണ്ടപ്പോൾ ഈ സാധനം അവിടെ ഇട്ടിട്ട് ഓടിയപ്പോൾ അവൻ ചവിട്ടി പൊട്ടിക്കുകയാണ് അത് ചെയ്തിട്ടുള്ളത്. ഈ കുട്ടികളെ ഈ കാലിലേക്കൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ. അതെ, കുട്ടികളെ ചെറിയ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും കുട്ടികളുണ്ടല്ലോ. നമ്മുടെ മനസ്സിൽ വീട്ടിലെ കുട്ടിക്ക് ഒരു ചെറിയൊരു ഒരു അപകടം പറ്റി സ്വാഭാവികം നമുക്ക് വിഷമമൊന്നുമല്ലോ. അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തികളായി മാറിയിരുന്ന ഈ നാട്ടിൽ RSSകാർ. സ്വന്തം വീട്ടിലും അനിയന്മാരും അനിയത്തിമാരൊക്കെ ഉണ്ടാവുമല്ലോ. അവിടെ ആ പ്രായത്തിലുള്ള ചെറിയ കുട്ടികൾ നമുക്ക് ഫോട്ടോകൾ കാണിക്കാൻ പറ്റില്ല. അത്രയും ചെറിയൊരു കുട്ടി 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് ഇത്തരത്തിൽ അവർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കുട്ടികളെ ഈ ആളുകൾക്കിടയിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയതിന് ശേഷമാണ് ഈ മർദ്ദിക്കുകയും ഇതൊക്കെ ചെയ്തത്. പൈസ തരാം എന്ന് പറഞ്ഞുകൊണ്ട് റോട്ടിൽ നിന്നും ഉള്ളിലേക്കുള്ള പോക്കറ്റ് റോഡിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇതിൽ നിന്നും വീട്ടുകളിൽ നിന്ന് കിട്ടുന്ന 5-10 രൂപ വെച്ച് അവർ ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളും ചെയ്യുക. ഇതിലിപ്പോൾ അവർക്ക് ഈ കുട്ടികൾക്ക് രാഷ്ട്രീയം ഒന്നും കാര്യങ്ങളൊന്നുമില്ല. എല്ലാ വീടുകളിലും കയറാറുണ്ട്. അത്ര അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവർക്ക് ഈ പ്രദേശം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്ന പ്രദേശമാണെന്നൊന്നും ആ കുട്ടികൾക്കറിയില്ല. എല്ലാ വീടുകളും കയറുന്ന അടിസ്ഥാനത്തിൽ അവിടെയും കയറിപ്പോയി. ഇതിലിപ്പോൾ ഒരാളാണ് അറസ്റ്റിലായിട്ടുള്ളത്. കൂടുതൽ പേര് അവരുടെ കൂടെ ഉണ്ടായിരുന്നോ? കൂടുതൽ പേരുണ്ട് എന്നാണ് കുട്ടികൾ. പക്ഷേ ഈ കുട്ടികൾക്ക് ഈ ആളുകൾ ആരാണെന്ന് ഇപ്പോഴും അവർക്ക് ഈ ആളുകൾ ആരാണെന്ന് ഇവരുടെ പേരെന്താണെന്നൊന്നും അറിയുന്നില്ല. അപ്പോൾ അവിടെ കണ്ടു നിന്ന ഒരാളാണ് ഇന്ന ആളാണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളത് നമ്മൾ കൃത്യമായി ഇന്നലെ പോലീസിനോട് പറഞ്ഞപ്പോഴാണ് കൃത്യമായി പോലീസ് അതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് നമ്മൾ പരാതി കൊടുത്ത് 1 മണിക്കൂറിനകം തന്നെ അവരെ കസ്റ്റഡിയിൽ എടുക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇന്നും ഇന്നലെയുമൊക്കെ ആയി സോഷ്യൽ മീഡിയകളിൽ ചില വീഡിയോകൾ ഇങ്ങനെ ആവർത്തിച്ച് എൻ്റെ പേജുകളിൽ വരുന്നത് കാണാനിടയായി. എന്താണ് ആ വീഡിയോകളിലുള്ളത്? ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രിസ്മസ് നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ റോഡ് സൈഡിൽ സാന്റാക്ലോസിന്റെ വസ്ത്രങ്ങൾ, അതുപോലെ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട സ്റ്റാറുകൾ, ഈ പറയുന്ന സാന്റാക്ലോസിന്റെ ഡ്രസ്സ്, അതുപോലെ തൊപ്പി, ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട കുറെ വസ്തുക്കൾ ഇങ്ങനെ റോഡ് സൈഡിൽ നിരത്തി വെച്ച് വിൽക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് സംഘപരിവാർ പ്രവർത്തകർ കയറി വന്നുകൊണ്ട് ഇത് ഹിന്ദുരാഷ്ട്രമാണെന്നും ഇവിടെ ഇതൊന്നും അനുവദിക്കില്ലെന്നും പറഞ്ഞ് ആ പാവങ്ങള്, ഉപജീവനത്തിന് വേണ്ടി ഇതൊക്കെ വിൽക്കുന്ന പാവങ്ങള്, അവരും ഹിന്ദുക്കൾ തന്നെയാണ്, ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തുകയും ഇതൊന്നും വിൽപ്പന നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞ് ആക്രോശിക്കുകയും ചെയ്യുന്ന സംഘപരിവാർ ആളുകളുടെ പല വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ കറങ്ങി നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇന്നിപ്പോ ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. പാലക്കാട് പുതുക്കുറിശ്ശിയിൽ നിന്ന് അല്ലെങ്കിൽ പുതുശ്ശേരിയിൽ നിന്ന് ഇത്തരത്തിലൊരു വാർത്ത പുറത്തേക്ക് വരിക. എന്താ വാർത്ത? കരോളുമായി ബന്ധപ്പെട്ട് വീടുകൾ കയറി ഇറങ്ങി ബാൻഡും മ്യൂസിക്കും ഈ പറയുന്ന ക്രിസ്മസ് അപ്പൂപ്പനുമൊക്കെയായി വീടുകൾ കയറി ഇറങ്ങുന്ന പിഞ്ചു പൈതങ്ങളെ RSSന്റെ ക്രിമിനൽ പിടിച്ച് ആക്രമിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത. ഇത് നമ്മുടെ കേരളത്തിലാ. കാസക്കാരും ക്രിസംഗികളും പ്രത്യേകം ശ്രദ്ധയോടെ കേൾക്കണം, കാണണം. നിങ്ങള് സംഘപരിവാറിന് കുഴലൂത്തുകൾ നടത്തുന്നവർ ഇതൊന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നല്ലതാ. ഇത്രയും നാള് ലോഹയിട്ട് കേരളം വിടുമ്പോഴായിരുന്നു പ്രശ്നം, ബൈബിൾ ഏന്തി കേരളം വിടുമ്പോഴായിരുന്നു പ്രശ്നം, കുരിശുമാല ധരിച്ച് കേരളത്തിന്റെ ബോർഡർ കടക്കുമ്പോഴായിരുന്നു പ്രശ്നമെങ്കിൽ ഇന്നത് കേരളത്തിന്റെ മണ്ണിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ ആരും മറക്കണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ. കാസക്കാരോടും ക്രിസംഗികളോടും ഇവിടുത്തെ ക്രൈസ്തവരെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കാൻ വേണ്ട വിധം പണിയെടുത്ത കാസക്കാരും ക്രിസംഗികളും നിങ്ങളൊരു കാര്യം ആലോചിക്കണം. മുസ്ലിം എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് ഇവിടെ ആരുടെയും ശത്രുവല്ല. പക്ഷേ അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ തന്നെ പണി തുടങ്ങിയപ്പോ കർത്താവ് നിങ്ങൾക്ക് വെച്ചത് കർത്താവ് ഇങ്ങനെ കൊണ്ടുവന്ന് തരികയാണ് ഓരോന്നായിട്ട്. ഇപ്പൊ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു പ്രസ്താവന ഞാൻ കണ്ടിരുന്നു. എന്താണ്? ചില മാനേജ്മെന്റ് സ്കൂളുകൾ, ആ മാനേജ്മെന്റ് സ്കൂളുകളില്
ഈ പറയുന്ന ക്രിസ്മസ് ആഘോഷം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു, അത് അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശിവൻകുട്ടിയുടെ ചില പ്രസ്താവനകൾ കാണാനിടയായി. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ഇതേ ശിരോവസ്ത്രമിട്ട വ്യക്തി, തലമറച്ച് ഈ പറയുന്ന ലോഹയണിഞ്ഞ് അല്ലെങ്കിൽ തിരുവസ്ത്രം അണിഞ്ഞ വ്യക്തി പ്രിൻസിപ്പളായിരിക്കുന്ന സ്കൂളിലാണ് ഒരു വിദ്യാർത്ഥിനിയുടെ ഹിജാബുമായി ബന്ധപ്പെട്ട വലിയ ഒരു ചർച്ച കേരളം കണ്ടത്. അപ്പോ നിങ്ങൾ പണിയെടുക്കുന്നത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ളത് കാസക്കാരും ക്രിസംഗികളും 10 തവണ ആലോചിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. 10 തവണ ആലോചിക്കണം ആർക്ക് വേണ്ടിയാണ് ഈ പണികളൊക്കെ എടുക്കുന്നത് എന്നുള്ളത്. ഇതിന്റെ പശ്ചാത്തലങ്ങളിൽ നിങ്ങളൊന്ന് ആലോചിക്കുന്നത് നല്ലതാ. ഇപ്പൊ പാലക്കാട്ട് നിന്നും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് റാം നാരായൺ എന്ന് ഒരു ഛത്തീസ്ഗഡുകാരനായിട്ടുള്ള ഒരു അതിഥി തൊഴിലാളിയെ RSSന്റെ ക്രിമിനലുകൾ അടിച്ചു കൊന്നത്. ഇന്നിപ്പോ ഗോവിന്ദനും സഖാക്കളും ഒക്കെ വിളിച്ചു പറയുന്നുണ്ട് RSSകാരാണ് ചെയ്തത് എന്ന്. പക്ഷേ കഴിഞ്ഞ ദിവസം തൊഴിൽ മന്ത്രി, നമ്മൾ ഇന്നലെ അതിനെ കുറിച്ച് ചർച്ച ചെയ്തതാ, കഴിഞ്ഞ ദിവസം തൊഴിൽ മന്ത്രി, ഈ പറയുന്ന തൊഴിൽ മന്ത്രി ശിവൻകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് ഒരു കുറിപ്പ് എഴുതിയപ്പോ ദാരുണമായി കൊല്ലപ്പെട്ടു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. RSSകാരനെ അല്ലെങ്കിൽ സംഘപരിവാർ ക്രിമിനലുകൾ ചെയ്തു എന്ന് പറയാൻ ശിവൻകുട്ടിയുടെ നാവ് പൊന്തിയിരുന്നില്ല. അതിനെതിരെ വിമർശനങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുമ്പോഴാണ് ഇന്ന് ഗോവിന്ദൻ സഖാവും ആളുകളും പറയുന്നത് RSSകാർ കൊന്നുവെന്ന്. ആയിക്കോട്ടെ, ഇപ്പോ പുതിയ വാർത്ത, ഇത് പുതിയതല്ല കേട്ടോ. കഴിഞ്ഞ തവണയും ഇതുപോലെ പാലക്കാട് നിന്ന് പുൽക്കൂടുകളും ക്രിസ്മസുമായി സജ്ജീകരിച്ച പല ഡെക്കറേഷനുകളും തോരണങ്ങളും ഒക്കെ നശിപ്പിക്കുന്ന ഒരു സംഭവ വികാസം കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് പാലക്കാട് നിന്ന് നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. അത് തന്നെ ആവർത്തിക്കുന്നു ഈ ക്രിസ്മസ് കാലത്തും. കരോളുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ പിഞ്ചു പൈതങ്ങള്, 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന മക്കള്, ആ മക്കളെയാണ് RSS ക്രിമിനൽ ശാഖയിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതനുസരിച്ച് ആക്രമിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ ആരും മറക്കണ്ട. എന്താണെങ്കിലും ഒരു അരമനയിൽ നിന്നും ഒരു പാതിരിമാരും ഒരു അരമനയിൽ നിന്നും ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ചിലപ്പോൾ വരുവായിരിക്കും. കാരണം എന്താ, അരമനയിലൊന്നും എന്തായാലും RSSകാർ എത്തുന്നില്ല. പിന്നെ RSSകാർ അരമനയിൽ വരുന്നുണ്ട്. അവർ വരുമ്പോ അപ്പവും വീഞ്ഞും കേക്കും വാഴക്കൊലയും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ചില RSSകാര് പൊന്നിൻ കുരിശ എന്ന് പറഞ്ഞിട്ട് ചെമ്പിന്റെ കിരീടമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുമുണ്ട്. ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും അരമനയിലെത്തുന്ന RSSകാര് വരുന്നത് തല്ലാനല്ല, അവര് വരുന്നത് അപ്പവും മീനുമായിട്ടാണ്. അപ്പൊ അരമനയിലിരിക്കുന്ന ആരും ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് ഞാൻ കരുതുന്നുമില്ല. എന്താണെങ്കിലും കാസക്കാരും ക്രിസംഗികളും ആർക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്നുള്ളത് നിങ്ങൾ 1000 തവണ ഇപ്പോഴെങ്കിലും ആലോചിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ നിങ്ങളോട്. അത് മാത്രമേ പറയാനുള്ളൂ. കാരണം ഈ ഏർപ്പാട് കേരളത്തിന്റെ മണ്ണിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തില് നിങ്ങൾക്കിപ്പോ തർക്കങ്ങളൊന്നും ഉണ്ടാവില്ല, അല്ലെ? കേരളത്തിന്റെ മണ്ണിലേക്കും ഈ ഏർപ്പാട്, സംഘപരിവാറിന്റെ ഈ പ്രവണത വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തില് നിങ്ങൾക്കിപ്പോ ബോധ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഉണ്ടായാൽ നല്ലത്, ഇല്ലെങ്കിൽ അനുഭവത്തിൽ നിന്ന് ആ ബോധ്യങ്ങൾ നിങ്ങളെ പാഠങ്ങൾ പഠിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഇത്രയും കാലം നമ്മൾ എവിടെ കണ്ടു? പല വിഷയങ്ങളും ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും UPയിലും മധ്യപ്രദേശിലും ഹരിയാനയിലും ഡൽഹിയിലും അങ്ങനെ വിവിധയിടങ്ങളില് നമ്മൾ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ കണ്ടു, അനുഭവിച്ചു, പഠിച്ചില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ന് കേരളത്തിൽ അത് വന്ന് നിൽക്കുമ്പോൾ ഇത്രയും ദിവസം ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. എന്താ ആശ്വാസം? നമുക്ക് കേരളത്തില് ഇതൊന്നും ഒരു പ്രശ്നമാവില്ല എന്നുള്ള ആശ്വാസം. കേരളം വിടുമ്പോ തിരുവസ്ത്രം ഒരു പ്രശ്നം, ലോഹ ഒരു പ്രശ്നം, ശിരോവസ്ത്രം ഒരു പ്രശ്നം. കേരളം വിടുമ്പോ കുരിശുമാല ഒരു പ്രശ്നം. കേരളം വിടുമ്പോ കയ്യിൽ ബൈബിൾ ഉണ്ടായാൽ ഒരു പ്രശ്നം. പക്ഷേ കേരളത്തിലേക്കും ആ സ്ഥിതിയാണ് വരുന്നതെങ്കിൽ കാസക്കാരും ക്രിസംഗികളും ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്? നിങ്ങളെ യൂദാസല്ലേ
എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ക്രൈസ്തവ സമൂഹത്തെ ഒറ്റിക്കൊടുക്കുന്ന ഏർപ്പാടല്ലേ കാസക്കാരും ക്രിസംഗികളും ചെയ്യുന്നത് എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് പറയാൻ നിങ്ങളെ കൊണ്ട് തന്നെ സാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കടന്നു പോകുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നടങ്കം ഒറ്റക്കെട്ടായി ഇതിനെ പ്രതിരോധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ കൂട്ടത്തിൽ നിന്ന് യൂദാസിന്റെ പണിയെടുക്കാൻ കാസക്കാരും ക്രിസംഗികളും ഇനി ഒരുങ്ങി ഇറങ്ങരുത് എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. കാസക്കാരോടാണ് പറയുന്നത്, ക്രിസംഗികളോടാണ് പറയുന്നത്. നല്ലവരായ ഹൈന്ദവ ക്രൈസ്തവ സുഹൃത്തുക്കൾ അവർക്കിത് ബാധകമല്ല. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കേരളത്തിന്റെ മെജോറിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ സാമുദായിക അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിനിടയിലും എല്ലായിടത്തുമുണ്ട്. അതിപ്പോ ക്രൈസ്തവരിൽ നിന്നോ അല്ലെങ്കിൽ ഹിന്ദുക്കളിൽ നിന്നോ മുസ്ലിമിൽ നിന്നോ അങ്ങനെയൊന്നുമില്ല. എല്ലാ വിഭാഗക്കാർക്കിടയിലും ചില പുഴുക്കുത്തുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല. ആ പുഴുക്കുത്തുകളെ സമുദായം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്താൻ, നായ തൊട്ട കലം പോലെ മാറ്റി നിർത്താൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. അത് തയ്യാറാവാതിരുന്നാൽ, ഇവരുടെ ജൽപ്പനങ്ങളെ ഏറ്റുപിടിക്കാൻ നമ്മൾ നിന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പല അടികളും നമ്മുടെ കർണത്ത് വന്ന് വീഴുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇന്നിപ്പോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള പല വീഡിയോകൾ ഈ പറയുന്ന ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഈ റോഡ് സൈഡ് ഡ്രസ്സുകള്, തൊപ്പികള്, സ്റ്റാറുകള് ഇതൊക്കെ വിൽക്കുന്നവരെ അസഭ്യം പറയുകയും തെറി വിളിക്കുകയും ആക്രമിക്കുകയും ആക്രോശിക്കുകയും ഇത് ഹിന്ദു രാജ്യമാണെന്നും ഇവിടെ ഇത് പറ്റില്ലെന്ന് പറഞ്ഞ് അവരെ ഓടിക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോകള് ഇന്നലകളിൽ അല്ലെങ്കിൽ ഇന്ന് രാവിലെ പോലും എന്റെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ വാളുകളിൽ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പൊ പാലക്കാട് നിന്ന് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. അപ്പോ ഇതൊക്കെ കണ്ടും കേട്ടും നടക്കുന്ന ക്രിസംഗികളോടാണ് ഞാൻ പറയുന്നത്, കാസക്കാരോടാണ് പറയുന്നത്. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് കുഴലൂത്ത് നടക്കുന്നത്? നിങ്ങൾ ക്രൈസ്തവരാണെങ്കിൽ നിങ്ങൾ ക്രൈസ്തവ സമൂഹത്തെ ഒന്നടങ്കം ഒറ്റുകൊടുക്കുന്ന ഏർപ്പാടല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ കേരളത്തിന്റെ പൊതുസമൂഹം തയ്യാറാക്കും. കേരളത്തിന്റെ പൊതുസമൂഹം ഇതിനെതിരെ കവചം തീർക്കും, പ്രതിരോധം തീർക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അപ്പോഴും ഇത്തരം വിഷവിത്തുകളെ മാറ്റി നിർത്തിയില്ലെങ്കിൽ ഈ പുഴുക്കുത്തുകൾ പിന്നിൽ നിന്ന് കുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നമുക്കാർക്കും വേണ്ട എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ ബോധ്യപ്പെടുത്താനുള്ളൂ, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്താനുള്ളൂ.